നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്റ്റാർ റാങ്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗായികയുണ്ട്. ഈ ഗായിക ഈ കഴിഞ്ഞ സംസ്ഥാന അവാർഡ് ജേതാവാണ്. ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിതാര. സിതാര മുഴുവൻ നെയിം സിതാര എന്ന് മാത്രമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കൂടെ വേറെ ഭർത്താവിന്റെ അച്ഛന്റെ ആരെങ്കിലും പേരുണ്ടോ? റെക്കോർഡിക്കലി സിതാര കൃഷ്ണകുമാറാണ്, അച്ഛനാണ് കൃഷ്ണകുമാർ. ഇപ്പൊ പിന്നെ സിതാര എന്ന് മാത്രമേ വെക്കാറുള്ളൂ, അത്രയുള്ളൂ. കൃഷ്ണകുമാർ കട്ട് ചെയ്തിട്ടില്ല, അയ്യോ ഇല്ല. ഒരു സൗകര്യത്തിനും കൺഫ്യൂഷൻ ഒഴിവാക്കാനും. കാരണം ഒരേ പേരുള്ള കുറച്ച് സിതാര ബാലകൃഷ്ണൻ ഉണ്ട്, ഡാൻസറാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് പലപ്പോഴും കൺഫ്യൂസ് ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ സിതാര എന്ന് മാത്രമേ വെക്കാറുള്ളൂ. സജീഷ്. സിതാര സജീഷ് അങ്ങനെ വെച്ചിട്ടില്ല. അങ്ങനെ ശരിക്ക് സിതാര കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാണ് സിനിമകളിൽ പാടി തുടങ്ങിയത്, അല്ലെങ്കിൽ വേറെ സിതാര എന്ന് പറഞ്ഞ മാത്രമാണ്? അങ്ങനെയില്ല, ഓരോ അറിയുന്നവർ സിതാര കൃഷ്ണകുമാർ എന്നുള്ള ഫുൾ നെയിം വെക്കാറുണ്ടായിരുന്നു, അല്ലാത്തവർ സിതാര എന്ന് മാത്രം പേര് കൊടുക്കാറുണ്ടായിരുന്നു. ഏത് പേര് വെച്ചപ്പോഴാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത്? സിതാര മാത്രമാണ്? അങ്ങനെയൊന്നുമില്ല കേട്ടോ, പേരുകൊണ്ടല്ല തോന്നുക, നല്ലൊരു പാട്ട് കിട്ടിയതിന്റെ ഭാഗ്യം കൊണ്ടാണ്. സാധാരണ ചിലര് ഈ അന്ധവിശ്വാസം തലക്ക് പിടിച്ചിട്ട് പേരിന്റെ ഒരു അക്ഷരം മാറ്റിയാൽ രക്ഷപ്പെടും എന്നുള്ളത്, കാരണം അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടിയപ്പോ ഏറ്റവും ആദ്യം പാടിയ പാട്ടാണ്? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം പാടുന്നത് അതിശയനിലാണ്. ഏത് പാട്ട്? പമ്മി പമ്മി വന്നേ. അതിൽ തുടങ്ങല്ലോ നമുക്ക്. ഓക്കെ, ആദ്യത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ജനം എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറഞ്ഞു? നാട്ടുകാരെന്ത് പറഞ്ഞു? നന്നായിരുന്നു. വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, കാരണം ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഒരു പാട്ട് കേൾക്കാന്നുള്ളത് വലിയ ആഗ്രഹമുള്ള സമയമായിരുന്നു. ഞാൻ +2 ആരായിരുന്നു അതിനകത്ത് ഈ സീനിൽ അഭിനയിച്ചിരുന്നത്? കാവ്യാണ്. കാവ്യയും കുറെ കുട്ടികളും ആണ് ഉണ്ടായിരുന്നത്. അപ്പം വിനയൻ സാറിന്റെ സിനിമയായിരുന്നു. അൽഫോൺസ് ചേട്ടനായിരുന്നു മ്യൂസിക് ഡയറക്ഷൻ. വയലാർ ശരത്ചന്ദ്രവർമ്മ അദ്ദേഹത്തിന്റെ വരികളായിരുന്നു. ചെന്നൈയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. കുറെ പ്രാവശ്യം എല്ലാവരും പലപ്പോഴും സിതാരയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവണം, പക്ഷെ എന്നാൽ പോലും എനിക്കറിയാനില്ലായിട്ട് ചോദിക്കാണ്, ഈ സിനിമയിലേക്ക് ആദ്യം പാട്ട് പാടാനായിട്ട് വന്നത് ആരെങ്കിലും റെക്കമെൻഡേഷനിലാണോ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പാട്ട് കേട്ടിട്ട് വിളിച്ചാണോ? എന്റെ വോയിസ് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തത് വിനയൻ സാറിന്റെ വൈഫാണ്. ആന്റിയാണ് പറഞ്ഞിട്ടുള്ളത് സാറിന്റെ അടുത്ത്. പക്ഷെ അൽഫോൺസ് ചേട്ടന്റെ അടുത്ത് എനിക്ക് വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ചെന്നിട്ട് വോയിസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിലേക്ക് റെക്കോർഡിംഗിന് ചെല്ലാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമയിൽ കോറസ് പാടുകയോ അല്ലെങ്കിൽ ട്രാക്ക് പാടുകയോ വിളിച്ചത്? ഇല്ല, അതിനു മുമ്പ് പാടിയിട്ടില്ല. ഐ മീൻ ട്രാക്കുകൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, പല ആളുകൾ ഒരു പാട്ട് തന്നെ പല ആളുകളെ കൊണ്ടും ട്രൈ ചെയ്തിട്ട് ഒരു വോയിസ് ഫൈനൽ ചെയ്യണത്. അപ്പൊ ആ രീതിയിലൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കോറസ് ഒക്കെ ഓഫ്കോഴ്സ് നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഒരു സോളോ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആ ഫിലിംസിലൊക്കെയുള്ള പാട്ടുകളിലെ കോറസൊക്കെ പാടി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ട്. പിന്നെ RR വേണ്ടിയിട്ടുള്ള ഹമ്മിങ്സ് ഒക്കെ പാടാറുണ്ട്. പക്ഷെ അന്ന് പാടുമ്പോൾ അതിനു മുമ്പ് വേറെ ട്രാക്ക് കോറസ് പാടിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പാടിയ പാട്ടുകളിൽ ഏറ്റവും പ്രിയം ഏതാണ് ഇതുവരെ പാടിയത്? ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സെല്ലുലോയിഡിലെ പാട്ടാണ്. അത് എനിക്ക് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കി തന്നൊരു സ്നേഹം, ആളുകളുടെ ഒരു ആ പാട്ടിനോടുള്ള ഇഷ്ടം കാണുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്. സെല്ലുലോയിഡിലെ ഏനുണ്ടോടി എന്നുള്ള പാട്ട് പാടുമ്പോൾ, ആ പാട്ട് പാടിയപ്പോൾ അതിന്റെ കഥാപാത്രത്തെ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടാണ് പാടിച്ചത്? അതെ, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷം ഒരു വലിയ ഹോംവർക്കിനൊക്കെയുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ജയേന്ദ്രൻ സാർ സ്റ്റുഡിയോയിൽ പാട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അതിനുശേഷം പാടുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാർ ഈ സിനിമയെക്കുറിച്ചും, പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഞാൻ അന്ന് പത്രങ്ങളിലൊക്കെ വന്ന് കണ്ടിരുന്നു, പക്ഷെ അന്നൊന്നും ഇതിന്റെ ഭാഗമാവാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അപ്പം ഇങ്ങനൊരു 28കളുടെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ പാട്ടുണ്ടാവുന്നത്. അതിന് മുൻ മാതൃകകൾ ഇല്ലാണ്ട് പാടണം എന്നുള്ളതും, പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പാട്ട് പഠിച്ച രീതിയിലല്ലാണ്ട് വളരെ റോ ആയിട്ട് മനസ്സും ശബ്ദവും തുറന്ന് പാടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളൊന്നും കാണാൻ ഭാഗ്യമില്ലാണ്ട് പോയൊരു നഷ്ടനായികയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ രീതിയിൽ സാറിന്റെയും കമൽ സാറിന്റെയും ഒക്കെ ഒരു വലിയ ഡിസ്കഷന്റെ ഭാഗമായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്. എന്തായാലും അതെനിക്ക് ആ ഒരു വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏത് നാട്ടുകാരിയാണ്? തിരുവനന്തപുരമാണോ, കണ്ണൂരാണോ, എറണാകുളമാണോ, തൃശ്ശൂരാണോ? ഞാനോ? ഞാൻ കോഴിക്കോട്ടുകാരി. അതെ അതെ. ഭർത്താവ് സജീഷ് കണ്ണൂരാണ് വീട്. ലവ് മാരേജ് ആണോ? അല്ലല്ല, അറേഞ്ച് മാരേജ് ആണ്. അതെ അതെ. ഭർത്താവ് പാട്ട് കേട്ട് ഒന്നാണോ? അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ട് പറഞ്ഞാൽ
ആ സമയത്തൊന്നും ഞാൻ സിനിമയിൽ പാടി തുടങ്ങിയിട്ടില്ല. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സജീഷ് അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഒക്കെ ആയിരുന്നു. ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. ഇപ്പം അങ്കമാലി ലിറ്റിൽ ഹോസ്പിറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പം ആ സമയത്ത് സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു, പിന്നെ സിൻഡിക്കേറ്റ് മെമ്പർ ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പ്രപ്പോസലായിട്ട് വന്നതും വിവാഹത്തിലേക്ക്. അറേഞ്ച് മാരേജ് പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലികൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പം സജീഷ് കല്യാണം ആലോചിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലിയിൽ ചോദിച്ചു. ശരി, തമിഴ് സിനിമയിലും കന്നഡ, തെലുങ്ക് അങ്ങനെയുള്ള ഭാഷകളിൽ പാടിയിരുന്നു. ഏതൊക്കെ ഭാഷകളിൽ പാടി? തമിഴും കന്നഡയും തെലുങ്കും, മലയാളത്തിന് പുറമെ. അതിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പുതിയ ഗായകന്മാരിൽ ഏറ്റവും മികച്ച ഗായിക ആരാണെന്നാണ് സിതാരയുടെ? എനിക്ക് ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. കുറെ പേരില്ല, ഒറ്റ ആള് പറയണം. രണ്ടുപേര് പറയാം. രണ്ടുപേര്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരാളെ പറയാൻ പാടുള്ളൂ അല്ലേ? ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഏറ്റവും നല്ലത് ആ ഉള്ളതിൽ ഏറ്റവും നല്ലത് പറഞ്ഞു. ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കും ഓരോ നെഗറ്റീവ്സ് എന്നല്ല പോസിറ്റീവ്സ് പലതരത്തിലായതുകൊണ്ട് ഓരോ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അത്. ഇപ്പം ശ്വേത എന്റെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരിയാണ്. മലയാളത്തിലുള്ള പാട്ടുകാരിയല്ലേ ചോദിക്കുന്നത്? ആ, ശ്വേത, ഗായത്രി ചേച്ചി, മഞ്ജരി, ജ്യോത്സ്ന. ഞാൻ ഇത് പേഴ്സണലി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമല്ല പറഞ്ഞ, പാട്ടിന്റെ കാര്യത്തില് ശ്വേതയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റതൊന്നും ഇഷ്ടമല്ല എന്നല്ല, ശ്വേതയെ ഭയങ്കര ഇഷ്ടമാണ്. മെയിൽ സിംഗേഴ്സില് അതും ഈ പറഞ്ഞ മാതിരി അല്ല, ഇപ്പൊ ഈ ആരൊക്കെ പെടുന്നുള്ളതാ പ്രശ്നം. ഒന്നും പെടാൻ പോണില്ല. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസേട്ടന്റെ പേര് എല്ലാവരും പറയും രക്ഷപ്പെടാൻ. ഇപ്പൊ കാരണം ദാസേട്ടന് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ദാസേട്ടന്. അപ്പം ദാസേട്ടന്റെ അങ്ങനെയല്ല, യങ്സ്റ്റേഴ്സിൽ എനിക്ക് വിജയ് യേശുദാസിന്റെ പാട്ട്, വിജയന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഫാമിലിയിലേക്ക് തന്നെ ആണ് വോട്ട്. അല്ല, അതുകൊണ്ടല്ല, പാട്ടുകൾ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ദാസേട്ടന്റെ മോഹൻ വിജയ് യേശുദാസ് അല്ലേ? വിജയ് യേശുദാസ്. വിജയ് യേശുദാസ് തന്നെയാണ് ഇഷ്ടം. തമിഴിൽ മിർച്ചി മ്യൂസിക് അവാർഡ് കിട്ടിയ ആ സോങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. അത് ജി.വി. പ്രകാശ് കുമാർ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ഷനിലുള്ള പാട്ടായിരുന്നു. അത് താമരൈ മാം ആണ് അതിന്റെ ലിറിക്സ് എഴുതിയേക്കുന്നത്. ഒരു താരാട്ടാണ് അത് ബേസിക്കലി. അത് റെക്കോർഡ് ചെയ്തത് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു നോമിനേഷൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് അടുത്താണ് ആ അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരിട്ട് കണ്ടു ചോദിച്ചാൽ ഇപ്പൊ ഈ മിർച്ചി മ്യൂസിക് അവാർഡ്സിന് പോയപ്പോൾ അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ എല്ലാ വലിയ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു സ്വപ്നം പോലെ തോന്നി അവിടെ ചെന്നിട്ട് അവരങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചത്. സംസാരിക്കാൻ ഫ്ലുവന്റ് ആയിട്ടൊന്നും അറിയില്ല, കേട്ടാൽ അറിയാൻ കുറേശ്ശെ സംസാരിക്കും ചെയ്യും. എത്ര പാട്ട് പാടിയിട്ടുണ്ട് തമിഴിലൊരു 7 പാട്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇതാണ്? ഇതുണ്ട്, പിന്നെ ഒരു രഹനന്ദൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുടെ ഒരു സോങ് ഉണ്ട്, ആത്താടിയുമുണ്ട്, നല്ല പാട്ട്, അതും ഇഷ്ടമാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ആണോ സ്ലോ ആയിട്ടുള്ള സോങ്സ് ആണോ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്? പലതരത്തിലുള്ള പാട്ടൊക്കെ, അങ്ങനെ പറയാൻ പറ്റില്ല. ഫാസ്റ്റ് ആയിട്ടുള്ളതും പാടിയിട്ടുണ്ട്, മെലഡിയും പാടിയിട്ടുണ്ട്. മെലഡി പാടിയിരിക്കുന്ന ഇപ്പൊ തമിഴിൽ പാടിയിരിക്കുന്നതിൽ ഏറ്റവും ഹിറ്റ് ഏതാണ്? ഏറ്റവും പോപ്പുലർ പാട്ട് ഇത് തന്നെയാണ്, കൺകൾ നീയെ എന്ന് പറഞ്ഞത്. ഇതിന്റെ സെക്കൻഡ് സ്റ്റാൻസ് ആണ് ഇപ്പൊ ഞാൻ പാടിയത്. കൺകൾ നീയെ എന്നാ പാട്ട് തുടങ്ങുന്നത്. ഹിന്ദിയില്? ഹിന്ദി ഇല്ല, ആൽബംസ് ഒക്കെ ഉണ്ടെന്നല്ലാണ്ട് ഫിലിമിലൊന്നും പാടിയില്ല. മലയാളത്തിൽ തന്നെ മലയാളികളും പിന്നെ ബാംഗ്ലൂരൊക്കെ ഉള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് അങ്ങനെ ചെയ്യും. കോഴിക്കോട്ടുകാരി മാപ്പിളപ്പാട്ടുകൾ പാടാറുണ്ടോ? മാപ്പിളപ്പാട്ടുകൾ നിറയൊന്നും പാടാറില്ല, കേൾക്കാറൊക്കെ ഉണ്ട്. പാടിയിട്ടുണ്ടോ? പണ്ട് സ്കൂൾ യുവജനോത്സവങ്ങളിലെ വേദികളിലൊക്കെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ പാടിയിട്ടുണ്ട്. ഇരുപുറം ദഹയറിനാലൊക്കെ പാടി ഓർമ്മയുണ്ട്. ഇത് ചോദിച്ചപ്പോഴും ഞാൻ ഓർത്തു, ഞാൻ ആദ്യമായിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറി റെക്കോർഡ് ചെയ്യുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്. അത് ബാപ്പു വെള്ളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഈ പാട്ടാണ്. 5ാം ക്ലാസ്സിൽ കൊച്ചുകുട്ടിയുടെ വോയിസിലാണ് പാടിയത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പാട്ടായിരുന്നു? ഒരു കുഞ്ഞു കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ പാടിയത്. എനിക്ക് ആ സമയത്തൊന്നും അങ്ങനെ വിഷ്വൽ വീഡിയോ ആൽബംസ് ഒന്നും അത്ര പോപ്പുലർ ആയിരുന്നു. പക്ഷെ ഇത് വിഷ്വലൊക്കെ ചെയ്തിട്ട് ടിവിയിലൊക്കെ വന്നിരുന്നു. വിഷ്വൽ അഭിനയിച്ചതാണ് സിതാര? അല്ലല്ല, അന്ന് അഭിനയിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ധന്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ശരിക്ക്
മലയാളം സിനിമകളിൽ പാടിയ പാട്ടുകളിൽ വോയിസ് മാറ്റി പാടുന്ന ട്രെൻഡുണ്ട്. ക്യാരക്ടറിന്റെ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഒരിക്കലും പൊരുത്തമില്ലാത്ത പാട്ടുകൾ അല്ലേ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത നമ്മളുടെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് പാടുന്നത്, വോയിസ് ഒക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ ഈ ക്ലബ് ഡാൻസർക്ക് വേണ്ടിയിട്ട് പാടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പാട്ട് പാടും, ഏത് വോയിസിൽ പാടും? വോയിസ് മാറ്റി പണ്ട് ഞാൻ പറയുന്നത് ഉദാഹരണം അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പാടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അനുരാധ സിൽക്ക് സ്മിത ഒരു ക്ലബ് ഡാൻസർ ഡിസ്കോ ഡാൻസർ ഒക്കെയാണ്, അവർക്ക് വേണ്ടിയിട്ട് പാടുകയാണെങ്കിൽ ഏത് വോയിസിൽ പാടും? ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ. ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മനു രമേശിനായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ഷൻ. അതൊരു 60s 70s ഡിസ്കോ തിക്കുകളുണ്ടല്ലോ, അതിന്റെ ഇതിലുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു വോയിസ് മാറ്റുക എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മോഡുലേഷൻസ് മാത്രം അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് വോയിസ് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വോയിസ് ഡെപ്ത് ഉള്ള വോയിസിൽ പാടും, ബേസ് ടോണിലായിരിക്കില്ല പാടുന്നത്. നമ്മളുടെ ഒരു വോയിസ് റേഞ്ചിന്റെ അകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ടോൺ ചൂസ് ചെയ്യുന്നതാണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. പലപ്പോഴും പാട്ടുകൾ നമ്മളെ ഇങ്ങോട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണമെന്നുള്ളൂ. അപ്പൊ അത് നമ്മളുടെ വോയിസിന്റെ റേഞ്ചിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ടോൺ ചൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ പാടിയിരിക്കുന്ന പാട്ട് ഏതാണ്? ഇതാണ് ഇപ്പം സിൽക്ക് സ്മിതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനത്തെ ഒരു ഡിസ്കോത്തിക് സോങ് ആണ് ഈ ഗുലുമാലിലെ.